ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, വെൽക്കം ടു ഡേ 8 ദ മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ്. പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ചാപ്റ്ററാണത്. ഓക്കെ, കാരണം നമ്മളായിട്ട് കുറേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഇഫക്റ്റാണ് നമുക്ക് ലൈക്ക് നമ്മൾ കാരണം കുറേ അത്ഭുതങ്ങളും മാജിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഈ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്കുണ്ടായിരുന്ന അനുഭവം. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ഓൾമോസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞു അല്ലേ, 7 days കഴിഞ്ഞു ഈ മാജിക്കൽ ജേർണിയിൽ പ്രാക്ടീസസ് ആയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കാം. അത് കുറച്ചൊരു ലെങ്തി ചാപ്റ്ററാണ്, എനിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് നീളാൻ സാധ്യതയുണ്ട്, പക്ഷേ നിങ്ങൾ അവസാനം വരെ കാണുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ പലർക്കും ഒരു ലോങ് വീക്കെൻഡാണ്. അപ്പോൾ ഈ പ്രാക്ടീസസ് ചെയ്യാനുള്ളവരും മിസ് ചെയ്ത പ്രാക്ടീസസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എടുത്ത് ഈ ലോങ് വീക്കെൻഡ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, എല്ലാ എൻജോയ്മെൻറ്റും ഫാമിലി ടൈമും ഒക്കെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഈ പ്രാക്ടീസസ് ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണും. ഓക്കെ, ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതാണ്. ലാക്സ് ഓഫ് പീപ്പിൾ ഇതിൻ്റെ ടെസ്റ്റിമോണിയൽസ് തന്നിട്ടുണ്ട് ഈ ബുക്കിൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്കും അനുഭവിച്ചറിയണ്ടേ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാന്ത്രികമാക്കാൻ പറ്റുക. ഭയങ്കര മിറാക്കുലസ് ആയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, കാരണം നമ്മൾ ഒരു 10-30 വർഷം ലോജിക്കിൽ ജീവിച്ചു അല്ലേ, എന്നിട്ടും വല്ലതും ഭയങ്കര സംഭവമൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ഈ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അത് കാണുന്നവർ. ഓക്കെ, നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെ ഇങ്ങനത്തെ പ്രാക്ടീസസിൻ്റെ കാര്യം ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എങ്കിലും നിങ്ങൾ എത്ര ഒരു അച്ചീവർ ആണെങ്കിലും ശരി, നിങ്ങൾ ഇനി അച്ചീവ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ശരി, ഇത് ചെയ്ത നിങ്ങളുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് തന്നെ പോകും. അതിന് കുറേ ആൾക്കാർ ടെസ്റ്റിമോണിയൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ മാജിക് ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് അറിയാം എന്തെങ്കിലും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് യൂഷ്വലി ഉണ്ടാവും അല്ലേ, അടിപൊളി ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്നതാണെങ്കിലും ബിരിയാണി ഉണ്ടാക്കുന്നതിലും അതിൻ്റെ ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും, ഒരു രഹസ്യക്കൂട്ട്. ആ ഡിഷിൻ്റെ ഫ്ലേവറിനെ എൻഹാൻസ് ചെയ്ത് ടേസ്റ്റ് 10 മടങ്ങോളം വർദ്ധിപ്പിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അതിൽ ചേർക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലത്തെ ഈ മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. എ താങ്ക്ഫുൾ ഹാർട്ട് ഹാത്ത് എ കണ്ടിന്യൂവൽ ഫീസ്റ്റ് എന്ന് കാമറൂൺ ഒരു ബിസിനസ്മാൻ ആൻഡ് ജേർണലിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ്. എന്താണ് ഈ കണ്ടിന്യൂവൽ ഫീസ്റ്റ്? ഓക്കെ, അത് നോക്കാം. Giving thanks for food before you eat is a tradition that has been followed for thousands of years, dating back to ancient Egyptians. With the fast pace of life in the 21st century, taking the time to give thanks for a meal has more often than not been left behind. But using the simple act of eating and drinking as an opportunity to be grateful will increase the magic in your life exponentially. അപ്പോൾ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ, 1000 വർഷങ്ങൾക്ക് മുന്നേ, ഈവൻ നമ്മുടെ കൾച്ചറിലുള്ളതാണ്, ഏതൊരു റിലീജിയൻ ആയാലും. ഓക്കെ, ഇതിപ്പോൾ ഈജിപ്ഷ്യൻ്റെ കാര്യത്തിൽ ആണ് ഓഥർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 1 മിനിറ്റ് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കും അല്ലേ. ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ദേഹത്തിന് ഏറ്റവും നല്ല ആരോഗ്യം നൽകണേ, ആൻഡ് ഓൾസോ താങ്ക് യു ഗോഡ് അല്ലേ. നമ്മൾ ആ സർവേശ്വരന് നന്ദി, ഈ ഭക്ഷണം നമ്മുടെ ടേബിളിലേക്ക് എത്തിച്ചതിന്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴും കുറേ കുടുംബങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണത്തിന് എപ്പോഴും നന്ദി പറയും, ഈശ്വരനോട് നന്ദി പറയും. ഓക്കെ, ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് നന്ദി പറയും. അപ്പോൾ അത് ചിലവർ കുടുംബത്തോടെ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ 1 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. ഈവൻ പ്രൈമറി സ്കൂൾ, പ്രീ പ്രൈമറിയിൽ തൊട്ടിട്ട് LKG തൊട്ടിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു ഗോഡ് ഫോർ ദ ഫുഡ് വി ഈറ്റ് അല്ലേ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി അവർ വലുതാവുമ്പോൾ അതൊക്കെ മറന്നു പോകും അല്ലേ. ആദ്യത്തെ LKG-യിലും UKG-യിലും ഒക്കെ അവർ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്നത്
പിന്നെ ഒരു 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ എത്തുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. അതായത് നമ്മുടെ ദേഹത്തിന് എനർജി തരുന്ന ഒരു സംഭവം എന്താണ്? നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലേ? നമ്മൾ ജീവിക്കുന്നത് ൻ്റെ മെയിൻ ശക്തി എന്താണ്? ഊർജം തരുന്നത് എന്താണ്? നമ്മുടെ ഭക്ഷണം. ഓക്കെ, അപ്പം നമ്മൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? ആക്ച്വലി നോക്കുകയാണെങ്കിൽ ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായു, വെള്ളം, ഭക്ഷണം, അല്ലേ? വായു പിന്നെ നമുക്ക് ഫോർച്ചുനേറ്റ്ലി ഫ്രീ ആയി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര കാലം കിട്ടുന്ന അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ വെള്ളത്തിനും ഭക്ഷണത്തിനും നമ്മൾ നന്ദി പറയുക. എങ്ങനെ? ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാം, എസ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ കാലത്ത് എന്താ നടക്കുന്നത്? രാവിലെ എണീറ്റ് ഒരേ ഓട്ടമാണ്. ഓക്കെ, ജോലിക്ക് പോകണം, കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ല. ആണെങ്കിൽ തന്നെ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ഓടുന്ന വഴി, അല്ല പോണ വഴി ഓടിക്കൊണ്ട് കഴിക്കുക. ഓക്കെ, ബേസ്മെൻറ്റിൽ പാർക്കിംഗ് പോണ വഴി എന്തെങ്കിലും ഗ്രബ് ചെയ്തിട്ട് ഓക്കെ വേഗം ചായ കുടിച്ചിറക്കി പോവുക. അതൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ ആരും സമയമെടുക്കുന്നില്ല. അത് വളരെ വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് തരുന്ന ഭക്ഷണം നമ്മൾ ഏറ്റവും പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ വേണം കഴിക്കാൻ. ആ സമയത്ത് നമ്മൾ തർക്കിക്കരുത്. ആ സമയത്ത് നമ്മൾ വിഷാദത്തോടു കൂടി ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. ഓക്കെ, കുറേ സ്പിരിച്വൽ ആൾക്കാരും കുറേ ഫിലോസഫേഴ്സും പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, നിങ്ങൾ ദേഷ്യത്തിലാണെങ്കിൽ എസ്പെഷ്യലി വെള്ളം ഒരിക്കലും കുടിക്കരുത്. ഓക്കെ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആർക്കെങ്കിലും ദേഷ്യം വരികയാണെങ്കിൽ എന്താണ്, ഒന്ന് വെള്ളം കുടിച്ച് ശാന്താവും എന്നാണ് പറയുക. ഒരിക്കലും പാടില്ല. കാരണം നമ്മുടെ ഇമോഷൻ കുറേ നേരം സ്റ്റേ ചെയ്യും നമ്മൾ ആ സമയത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ബോഡി 80% 75% വെള്ളമാണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ എന്ത് എനർജിയിലാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അത് വേഗം ബോഡിയിൽ അബ്സോർബ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാവരും പറയുക, ഇരുന്ന് സമാധാനത്തോടു കൂടെ സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക. അങ്ങനെ ഇറക്കരുത്. ഓക്കെ, പല സമയത്തും ഞാനും അൺഫോർച്ചുനേറ്റ്ലി ജഗ്ഗിന്ന് നേരെ എടുത്ത് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചില സമയത്ത്. പക്ഷേ ഇപ്പം ഞാൻ കോൺഷ്യസ്ലി ഒരു ഗ്ലാസ്സിലൊഴിച്ച് ഇരുന്ന് ടൈം എടുത്തു. കാരണം അതിന് പോലും നമുക്ക് സമയമില്ലെങ്കിൽ വേറെ എല്ലാത്തിനും സമയം കൊടുക്കുന്നു. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ദേഹത്തിന് വേണ്ടി ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യമാണത്. ഓക്കെ, അപ്പോൾ ആ ഒരു 2 മിനിറ്റ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്പാൻ തന്നെ വർദ്ധിപ്പിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റൽ ബിൽസിൽ നിങ്ങൾ ചിലവാക്കാൻ പോകുന്ന പൈസ ആണ് നിങ്ങളുടെ ഈ വെള്ളം കുടിയുടെ രീതി മാറ്റുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഒന്ന് പ്രോമിസ് ചെയ്യുക, നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, സമാധാനത്തോടെ ഇരുന്ന് വെള്ളം കുടിക്കും. ഓക്കെ, സോ അതൊക്കെ നമ്മുടെ കൾച്ചറിൽ കുറേ കാലം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഇലയിലാണല്ലോ അധികം പണ്ടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യും. ഓക്കെ, അതായത് അവരുടെ രീതിയിലൊന്ന് ശുദ്ധീകരിക്കുന്ന എന്താണ്, അല്ലേ? അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണത്. സോ ഇഫ് യു തിങ്ക് അബൌട്ട് എ ടൈം വെൻ യു വർ റിയലി ഹംഗ്രി, യു വിൽ റിമെമ്പർ ദാറ്റ് യു കുഡ് നോട്ട് തിങ്ക് ഓഫ് ഫങ്ഷൻ നോർമലി, യുവർ ബോഡി ഫെൽറ്റ് വീക്ക്, you might have started to tremble, your mind became confused and your feelings plummeted. All of this can happen after not eating for just a few hours. You need food to live, to think and to feel good, and so there is a great deal to be grateful for about food. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലിരിക്കുന്ന വിചാരിക്കുക, ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാൻ സമയമില്ല, ലഞ്ച് ബ്രേക്കിന് പോകാൻ സമയമില്ല, 3 മണിയായി. അതേ എനർജി ലെവൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത അതേ എനർജി ലെവൽ 3 മണി കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഇല്ല. കാരണം നിങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് വിശന്ന് വയറുതാവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ബ്രെയിന് ഫങ്ഷൻ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ നല്ലോണം വരും നിങ്ങൾ വിശന്നിരിക്കുന്ന സമയത്ത്. ഒരിക്കലും ഇല്ല, അല്ലേ? അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലും അവർക്ക് നല്ലോണം വിശന്നിരിക്കുന്ന സമയത്ത് പോയി പഠിക്കാൻ പറഞ്ഞാൽ അവർക്ക് പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ഒന്ന് ബ്ലോക്ക് ആവും. ഓക്കെ, ഫങ്ഷനിങ് സ്റ്റോപ്സ്. കാരണം നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഭക്ഷണം, വെള്ളം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എൻറ്റയർ ബോഡി സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡും വാട്ടറും. അപ്പോൾ
അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുക. കാരണം നമ്മുടെ എല്ലാ ബോഡി ഫങ്ഷൻസും ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഫുഡ് വി ഈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മളെന്താണ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഫീഡ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. To feel even more gratitude for food, take a moment and think about all the people who contributed for you to have the food to eat. അതായത് when you eat fresh fruit and vegetables, the growers had to plant, nurture the fruit and vegetables with continuous watering, protecting them over many months until they were ready for harvesting. അപ്പോൾ നമ്മുടെ ടേബിളിൽ ഫുഡ് എത്തിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എത്ര പേരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം ദ ഫാമർ. ഓക്കെ, നമ്മളിപ്പോൾ അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കുന്ന ആൾക്കാരാണ്. അതിനെ ആ ഫീൽഡിന് അല്ലേ, അത് നട്ട് വളർത്തി അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് അത് ഏറ്റവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഓരോ സ്റ്റോർ ഹൗസ്, വെയർ ഹൗസിൽ എത്തിക്കുന്നു. ട്രാൻസ്പോർട്ടേഴ്സ് അത് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നു. അവിടുന്ന് ഷോപ്സിലേക്ക് വരുന്നു. എന്നിട്ടാണ് നമ്മുടെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഒരു ലോങ് പ്രോസസ്സ് ഉണ്ട് അല്ലേ അതിൻ്റെ ബാക്കിൽ. നെല്ല് നടുന്നതും കൃഷി ചെയ്യുന്നതും വിതയ്ക്കുന്നതും കൊയ്യുന്നതും ഒക്കെ. അതിന് വെള്ളമൊഴിക്കണം, അതിന് എന്താ പറയുക, ഈ കീടനാശിനികൾ. ഓക്കെ, ഓർഗാനിക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ട്രക്ക് ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ആൾക്കാർ, ഷോപ്പ് കീപ്പേഴ്സ്, അവർക്ക് എല്ലാവർക്കും വേണം നമ്മൾ നന്ദി പറയാൻ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ. കാരണം ഇതിൽ പിന്നിൽ, അതായത് പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് അല്ലേ, അവർക്ക് എല്ലാവർക്കും നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ആലോചിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭൂമി ദേവിയെ നമ്മൾ ആലോചിക്കുക. ഓക്കെ, ഈ ഭൂമിയിലാണ് അതൊക്കെ നട്ടു വളർത്തുന്നത്. ഇപ്പോൾ കാണാറുണ്ടല്ലോ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാട് വെയിലുള്ളത് കാരണം, വെള്ളമില്ലാത്ത കാരണം കൃഷികൾ നശിച്ചു പോകുന്നു. ചില സമയത്ത് മഴ അധികമായിട്ട് കൃഷികൾ നശിച്ചു പോകുന്നു. അപ്പം നമ്മൾ പ്രകൃതിക്ക് കൂടെ നന്ദി പറയണം. ഓക്കെ, കാരണം ഇതെല്ലാം ക്ലൈമറ്റ് ഡിപ്പെൻഡൻ്റ് ആണല്ലോ നമ്മുടെ ഫാമിങ്. അപ്പോൾ ഈ സീസണിനും ക്ലൈമറ്റിനും വെതറിനും നമ്മുടെ ഭൂമി ദേവിക്കും പ്രകൃതിക്കും എല്ലാത്തിനും നമ്മൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. ഓക്കെ, കാരണം നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് പുട്ടടിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഓഫ് കോഴ്സ് നമുക്ക് പൈസ കൊടുക്കണം ഭക്ഷണത്തിന്, പക്ഷെ അതല്ലാതെ ഇവരെയൊക്കെ കുറിച്ചൊന്ന് ആലോചിക്കുക. ഓക്കെ, അവരുടെ അധ്വാനമാണ് നമ്മുടെ ഈ പ്ലേറ്റിലെത്തുന്ന ഭക്ഷണം. അപ്പോൾ ഫ്രൂട്ട്സ് ആയാലും ശരി, വെജിറ്റബിൾസ് ആയാലും ശരി, എല്ലാത്തിനും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യും, അതിന് വില കൂടി, ഇതിന് വില കൂടി. അതിന് എത്രത്തോളം പരിശ്രമം അവർ ഇടുന്നുണ്ട്, അതിന് നമ്മൾ നന്ദി പറയുക. എന്നിട്ട് കംപ്ലയിൻറ്റിനെ കുറിച്ച് ആലോചിക്കുക. ഓക്കെ, കംപ്ലയിൻറ്റിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക. അത് ഞാൻ എല്ലാ സെഷനിലും പറയണതാണ്. കംപ്ലയിൻറ്റ് സ്റ്റോപ്പ്. ഓക്കെ, ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ യു ഹാവ്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ പാല്, ചായപ്പൊടി, കാപ്പിപ്പൊടി, ഓക്കെ, ഇതിനെല്ലാം ടീ കൾട്ടിവേഷൻ എല്ലാം ഉണ്ട് അല്ലേ. അതൊക്കെ ക്ലൈമറ്റ് ബേസ്ഡ് ഇതാണ്, അഗ്രികൾച്ചറാണ്. അപ്പോൾ ചായ കുടിക്കുമ്പോൾ പോലും നിങ്ങൾ ആ പാലിന്, ഡയറി ഫാമിന്, ഓക്കെ, ചായ ഉണ്ടാക്കിയ സ്ഥലത്തുനിന്ന് ആ കർഷകർക്ക് എല്ലാവർക്കും നന്ദി പറയുക. നോൺ വെജ് ആയിക്കോട്ടെ, മുട്ടയോ നിങ്ങൾ ചിക്കനോ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ, ഫിഷ് കഴിക്കുകയാണെങ്കിൽ ആ മത്സ്യത്തൊഴിലാളികൾക്ക്, ഓക്കെ, എല്ലാവർക്കും നന്ദി പറയാം. ഫുഡ് ഈസ് എ ഗിഫ്റ്റ്. നമുക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ഫുഡ് അല്ലേ. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ, because there would be nothing for any of us to eat if nature didn't supply us with soil, nutrients, water to grow food. Most importantly, ഞാൻ ഭൂമിയെ നന്ദി പറയാൻ പറഞ്ഞപ്പോൾ അതിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്? മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, മോഡേൺ വേസ് ഓഫ് ഫാമിംഗ് ഉണ്ടാവും, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. മണ്ണ്, വെള്ളം, ഓക്കെ, സൂര്യപ്രകാശം, ഇതൊന്നും ഇല്ലാതെ ഫുഡ്, മറ്റേ ഫോട്ടോസിന്തസിസ് നടക്കില്ല, നമുക്ക് ഫുഡ് കിട്ടില്ല. ഓക്കെ, അപ്പം അതിനെല്ലാത്തിനും നന്ദി പറയുക. അതാണ് ഈ പ്രകൃതിയുടെ എല്ലാ പഞ്ചഭൂതങ്ങളെയും നമ്മൾ നന്ദി പറയണം. സൂര്യപ്രകാശം, ജലം, വായു, ഓക്കെ, ഇത് മണ്ണ്, ഇതെല്ലാം ഉള്ളത് കാരണം വേണ്ടി മാത്രമാണ് നമുക്ക് നമ്മുടെ ടേബിളിൽ അനായാസനെ ഫുഡ് എത്തുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് ഒന്ന് ആലോചിക്കുക, കുറച്ച് ടൈം എടുത്തിട്ട്. ഓക്കെ, എന്നിട്ട് ഓക്കെ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്
ഇത് എത്തിക്കണമെങ്കിൽ റോഡ് വേണം അല്ലേ, ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണം. അപ്പോൾ പെട്രോൾ ഇല്ലാതെ വണ്ടികൾ ഓടില്ല. അപ്പോൾ അതിന് നന്ദി പറയാം ഈ ട്രക്ക് ഡ്രൈവേഴ്സിനോട്. ഇത് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അത് കോട്ടണോ പേപ്പറോ പ്ലാസ്റ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം. അതായത് ഈ അരിച്ചാക്കുകൾ അല്ലേ, ഈ ഭക്ഷണം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഓരോ കാർട്ടൺസ്, ഡബ്ബകൾ. അപ്പോൾ ചായപ്പൊടിയൊക്കെ നമ്മൾ ഓരോ കണ്ടെയ്നറിൽ സൂക്ഷിക്കുമല്ലോ എപ്പോഴും നമ്മൾ. അതേ അല്ല, ചായപ്പൊടി ഇങ്ങനെ ലൂസായിട്ടല്ലല്ലോ വാങ്ങുക, നമുക്കൊരു ഡബ്ബയിലാണ് കിട്ടുക. ചിലവിടെ ലൂസായിട്ട് വാങ്ങണവരുണ്ടാവും. ഞാൻ ജനറലി പറയാം 90% നമ്മൾ ഷോപ്പിൽ പോകുന്നു, ചായപ്പൊടി എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടെയ്നർ അത് ഉണ്ടാക്കുന്നവർ. അപ്പോൾ നമ്മൾ മൈന്യൂട്ടായി നോക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചുറ്റും കാണുമ്പോൾ എല്ലാത്തിനും നന്ദി പറയാനുള്ള സാധനങ്ങളുണ്ട്. ആ ഒരു കാർഡ്ബോർഡ് പെട്ടി പോലും അല്ലേ, അത് മാനുഫാക്ചർ ചെയ്ത ആൾക്കാർ, അത് കാരണം നമുക്ക് എളുപ്പത്തിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നു. അത് സൂക്ഷിക്കാനുള്ള ഒരു ഡബ്ബ നമ്മുടെ കയ്യിലുണ്ട്, കണ്ടെയ്നർ ഉണ്ട്, അതുണ്ടാക്കിയവർക്ക് നന്ദി. അത് വിറ്റ ഷോപ്പിന് നന്ദി. അപ്പോൾ നമ്മൾ ഒന്ന് കിച്ചണിൽ കയറി ഒന്ന് ചുറ്റും നോക്കി അറിയാം നമ്മുടെ ചുറ്റും നമുക്ക് എത്ര എളുപ്പത്തിൽ കിട്ടിയ സാധനങ്ങളുടെ ബാക്കിൽ പ്രവർത്തിച്ച കുറേ പേരുണ്ട്. നമ്മളത് ടോട്ടലി മറന്നിരിക്കുകയാണ്. അപ്പോൾ വെറുതെ നമ്മൾ ഫസ്റ്റിൽ താങ്ക് യു പറഞ്ഞുകൊണ്ടായില്ല. നമുക്ക് ഡീപ്പ് പോകണം. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഭക്ഷണം എത്തുന്നത്, ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ കണക്ട് ചെയ്ത് നമ്മൾ റോഡ് ഉണ്ടാക്കിയവർ, ഓക്കെ, അതിലുള്ള ടാറ്, വാഹനങ്ങൾക്കുള്ള പെട്രോൾ, അത് പെട്രോൾ ഉൽപ്പാദന റിഫൈനറീസ്, എല്ലാത്തിനും നമ്മൾ നന്ദി പറയണം അല്ലേ. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഈ കാട്ടിൽ മനുഷ്യരെ പോലെ ഉണ്ടാവും അല്ലേ, സിവിലൈസേഷൻ എത്താതെ. പക്ഷെ നമ്മുടെ സൊസൈറ്റി എത്രയും പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു സിവിലൈസേഷനിലാണ് ഇപ്പോൾ. അപ്പോൾ ഈ സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ബുദ്ധിയും എത്ര പേരുടെ പരിശ്രമവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ആദ്യം ഞാൻ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ ഞാൻ ടോട്ടലി മറന്നിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇത്രയും നല്ല റോഡ്, കൺവീനിയൻസ് തന്നതിന്, ഫ്യൂവലിന്, പെട്രോളിന്, മൈനിങ് വർക്കേഴ്സിന്, എല്ലാത്തിലും നന്ദി ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ചുറ്റും പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാനും ട്രാഫിക്കിനെ കുറിച്ചോ റോഡിലത്തെ കുഴികളെ കുറിച്ചൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം അതിൻ്റെ 10 മടങ്ങാണ് നമ്മൾ ഓരോ ദിവസം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ്. അത് നമ്മൾ ടോട്ടലി മറന്നു. സത്യമല്ലേ? ഓക്കെ, സോ ഇഫ് ദർ ഈസ് മാജിക് ഓൺ ദിസ് പ്ലാനറ്റ് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ വാട്ടർ. നമ്മുടെ എൻറ്റയർ ഭൂമിയിൽ ജീവൻ തരുന്ന ഒരു കാര്യമാണ് വെള്ളം അല്ലേ. സൂര്യപ്രകാശം ഓഫ്കോഴ്സ് ആവശ്യമാണ്. ഇങ്ങനെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എനിക്ക് ആക്ച്വലി കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ. ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വെള്ളം വന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ആലോചിച്ച് നോക്കാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് സ്തംഭിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ഈ ജലത്തോട് വെള്ളം കുടിക്കുമ്പോൾ നന്ദി പറയുന്നുണ്ടോ? നമ്മൾ കുളിക്കുമ്പോൾ, ബ്രഷ് ചെയ്യുമ്പോൾ നന്ദി പറയുന്നുണ്ടോ? ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പോൾ നന്ദി പറയുന്നുണ്ടോ? Where would we be without food and water? ഒന്ന് ആലോചിച്ച് പണ്ടത്തെ പോലെ നമുക്ക് കാട്ടിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മരങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ തന്നെ ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ ഹിയർ വി ആർ ഓൺ ദിസ് ബ്യൂട്ടിഫുൾ പ്ലാനറ്റ് ടുഗെദർ ലിവിങ് ലൈഫ് വിത്ത് ഇറ്റ്സ് challenges and joys because of nature's gifts of food and water. To say the simple magic words thank you before you eat or drink anything is an act of recognition and gratitude for the miracle of food and water. അപ്പോൾ നമ്മൾ അന്ന് ആരോഗ്യത്തിന് നന്ദി പറഞ്ഞു, അതേപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട കാര്യമാണ് വെള്ളവും ഭക്ഷണവും. Okay, so your gratitude for food and water keeps the magic continuing in your life, and it will weave its glorious golden thread through everything that is clear to you, everything that you love, and everything that you're dreaming for. One of the ways to experience the magic of gratitude instantly with food and drinks is to really savor what you're eating or drinking. അതാണ് ഞാൻ പറഞ്ഞത്, എൻജോയ് ചെയ്ത് കഴിക്കാൻ നോക്കുക. ഓക്കെ, ആ സമയത്ത് നമ്മൾ തല്ലുകൂടിക്കൊണ്ട് കുട്ടികളെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഡൈനിങ് ടേബിളിൽ വഴക്ക് കൂടാതിരിക്കുക. ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പിന്നെ ആവാം. നമ്മൾ ഏറ്റവും ചിരിച്ച് കളിച്ച് ഒരുപാട് ചിരിക്കുകയല്ല, നമ്മൾ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടെ ചെയ്യേണ്ട കാര്യമാണ് ഭക്ഷണം അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ കൂടെ
ഒത്തൊരുമിച്ച് ഇരുന്ന് നല്ല സന്തോഷമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഭക്ഷണം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഉള്ളിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലേ? അല്ലേ, ജനറലി നമ്മൾ കുറേ കാലം കഴിഞ്ഞ് ഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോൾ ഓക്കെ നമുക്ക് ലഞ്ചിന് കാണാം കേട്ടോ, എന്താ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ വീട്ടിലേക്ക് വരും, അങ്ങനെയൊക്കെ അല്ലേ? അപ്പോൾ യൂഷ്വലി ഈ സോഷ്യൽ കണക്ഷൻസ് ഭക്ഷണമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലേ, വല്ല ബർത്ത്ഡേയോ കല്യാണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം അതിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അല്ലേ? ആദ്യം നമ്മൾ മെനു ആണ് പ്ലാൻ ചെയ്യാൻ തുടങ്ങുക ഒരു പാർട്ടിക്കൊക്കെ അല്ലേ? അപ്പോൾ അതെന്തിനാണ്? കാരണം സന്തോഷത്തിൻ്റെ ഇക്വേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഭക്ഷണം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഒത്തൊരുമാക്കും, ആൾക്കാർ കൂട്ടത്തോടെ വന്നിരിക്കുക, ഭക്ഷണം കഴിക്കുക, അതൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരിക്കലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കുക, കുശുമ്പ് പറയാതിരിക്കുക, ആർഗ്യൂ ചെയ്യാതിരിക്കുക, സങ്കടത്തോടെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴും വീട്ടിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി ആൾക്ക് വെള്ളം കൊടുക്കും അല്ലേ? അതൊരു ഇമ്പോർട്ടൻറ്റ് എന്താണ്, അവർ പറയും ചായ വേണ്ട ഇപ്പോൾ കഴിച്ചിട്ട് വന്നത്, എങ്കിലും നമ്മളൊരു ഗ്ലാസ് വെള്ളം എങ്കിലും കൊടുത്തിരിക്കും അല്ലേ? അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ബിഫോർ യു ഈറ്റ് ഓർ ഡ്രിങ്ക് എനിത്തിങ് ടുഡേ, വെദർ യു ആർ അബൌട്ട് ടു ഈറ്റ് എ മീൽ, പീസ് ഓഫ് ഫ്രൂട്ട്, സ്നാക്ക്, anything including water, take a moment to look at what you're about to eat or drink. That in your mind or loud, say the magic words, thank you. And if you can just take one mouthful, really savoring it, it will not only increase your enjoyment, it will help you to feel far more gratitude. You can also try something I do which helps me to feel even more gratitude. When I say the magic words, I wave my fingers over my food or drink as though I'm sprinkling them with magic dust, and I imagine that magic dust instantly purifies everything it touches. Doing this has helped me really feel that gratitude is a magic ingredient, and I want to add it to everything I eat and drink. If you find it more effective, you can imagine that you have a shaker of magic dust in your hand and you're shaking the magic dust out of the shaker all over the food before you eat it and into every drink. So if at any time during the day you forget to say the magic words thank you before you eat or drink anything, as soon as you remember, close your eyes, go back into your mind to the time when you forgot, visualize yourself in a mind for a second or two before you ate or drank, and say the magic words. If you forget to be grateful for the food and drink multiple times in that day, repeat the same practice tomorrow. You cannot afford to miss a single day in building your gratitude. Your dreams depend on it. Okay? So being grateful for the simplest things in life, like food and water, is one of the deepest expressions of gratitude. And when you can feel that degree of gratitude, you will see the magic happen. അപ്പോൾ ട്രൂലി അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം? ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഓതർ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ പ്രാവശ്യം കഴിക്കാനിരിക്കുമ്പോഴും വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും നിങ്ങൾ താങ്ക് യു പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫൺ വേയിൽ, അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് മാന്ത്രിക പൊടി ഉണ്ടെന്ന് വിചാരിക്കുക, ഗോൾഡൻ ഡസ്റ്റ്. ഓക്കെ, നമ്മൾ തൊട്ടതെല്ലാം സ്വർണ്ണമാവും എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെ നമ്മൾ വി ആർ സ്പ്രിങ്ക്ലിങ്, അതിൻ്റെ മേലെ നമ്മൾ ചില സമയത്ത് ലാസ്റ്റ് ഉപ്പൊന്ന് ആഡ് ചെയ്യില്ലേ അല്ലേ? അല്ലെങ്കിൽ ഈ പിസ്സയിലൊക്കെ കിട്ടുമ്പോൾ സീസണിങ് ഒന്ന് വെതറില്ലേ, അത് ഒറഗാനോ. അതേപോലെ നമ്മുടെ ഇമാജിനറി ആയിട്ടൊരു ഗോൾഡൻ ഗ്രാറ്റിറ്റ്യൂഡ് ഡസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കാൻ പോണതിന് മുന്നേ ആയിട്ട് അതിലൊക്കെ ഒന്ന് വെതറണത് പോലെ ആലോചിക്കുക, താങ്ക് യു പറഞ്ഞുകൊണ്ട്. കാരണം ചിലപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ധൃതിയിലോ അല്ലെങ്കിൽ ടി വി നോക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവർക്ക് താങ്ക് യു പറയണമെന്ന് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ഓൾറെഡി ഒരു താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കുമ്പോൾ സമാധാനത്തോടെ കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ഇതാക്കുക. അപ്പോൾ താങ്ക് യു എന്നുള്ള ഗോൾഡൻ ഡസ്റ്റ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീടും ചുറ്റും ഒരു താങ്ക് യു ഡസ്റ്റ് വെതറുന്നതായിട്ട് കാണിക്കാം. ഒരു ഇമാജിനറി ഇതാണ് നമ്മൾ റിലേറ്റ് ചെയ്യണം. അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനും നന്ദി. ഓക്കെ, ഈ സോൾട്ട് ഷേക്കർ ഉണ്ടാവില്ലേ, പെപ്പറും സോൾട്ട് ഷേക്കർ ജസ്റ്റ് ഒന്ന് വെതറുന്നത് പോലെ നമ്മൾ താങ്ക് യുവിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഡസ്റ്റ് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇടുക. നല്ലൊരു ഫൺ എക്സസൈസ് അല്ലേ? അതേപോലെ തന്നെ അഥവാ ഇനി നിങ്ങൾക്ക് ഓഫീസിൽ ഭയങ്കര ധൃതിയിൽ നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് എണീറ്റതാണ്, അപ്പോൾ രാത്രിയെങ്കിലും വന്നിട്ട് അതൊന്ന് ഓർത്തെടുക്കുക. ഓക്കെ, ഞാൻ ഇന്ന് കഴിച്ച ഭക്ഷണത്തിന് നന്ദി, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ,
ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഇനി മുതൽക്ക് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുക. ആ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു മിനിറ്റ് എല്ലാവർക്കും, എസ്പെഷ്യലി കർഷകർക്ക് നന്ദി പറയുക. ഓക്കെ, ആ മണ്ണിന്, ആ ഭൂമിക്ക്, ഓക്കെ, ആ ജലത്തിന്, വായുവിന്, സൂര്യന്, എല്ലാത്തിനും നന്ദി. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ അഗ്രികൾച്ചർ നല്ല രീതിയിൽ ഒന്നും വളരില്ല. അപ്പോൾ അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ പ്ലാനറ്റ് എർത്തിൽ അല്ലേ നമുക്ക് കിട്ടുന്ന എന്തൊക്കെ തരം ഭക്ഷണങ്ങളാണ്, പച്ചക്കറി, പൾസസ്, ധാന്യങ്ങൾ, ഫ്രൂട്ട്സ്, ഓക്കെ, അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഭയങ്കര പവർഫുൾ പ്രാക്ടീസാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ മാജിക്കിനെ അട്രാക്റ്റ് ചെയ്യുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും തോറും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. വളരെ വളരെ പ്രൂവൺ ഫാക്ടറാണത്. അപ്പോൾ ഇതിൻ്റെ മാജിക് നിങ്ങൾ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാം. ചിലവർ എന്നോട് പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര തിരക്കാണ്, സമയമില്ല പ്രാക്ടീസ് ചെയ്യാൻ. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു 10 മിനിറ്റ് നേരത്തെ എണീക്കുക, അല്ലെങ്കിൽ വൈകി കിടക്കുക 10 മിനിറ്റ്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് അത് മിസ് ചെയ്യരുത്. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് മതി. 5 കാര്യങ്ങൾ, 10 കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ടെൻഷൻ വളരെയായിട്ട് കുറയും. നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം എല്ലാം കുറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടെ ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ വീഡിയോ കേൾക്കുക. നിങ്ങൾക്ക് എല്ലാ പ്രാക്ടീസും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കേട്ട് കുറച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ നിങ്ങൾ താങ്ക് യു പറയാം ചുറ്റും കാണുന്ന സാധനങ്ങളോടൊക്കെ. ഓക്കെ, സോ ഹാവ് എ വണ്ടർഫുൾ ഡേ, ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ്. പ്രാക്ടീസസ് എൻജോയ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ എയിം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ലെറ്റ്സ് ക്രിയേറ്റ് എ വെരി പോസിറ്റീവ് എൻവയോൺമെൻറ്റ് അറൗണ്ട് us. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.